ഇന്നലെ അതിദാരുണമായിട്ടാണ് തേജസ് എന്ന ഒരു ഫൈറ്റർ ജെറ്റ് ദുബായ് എയർ ഷോയ്ക്കിടെ ഈ തകർന്നു വീണ് ഒരു അഗ്നിഗോളമായി മാറിയത്. നിർഭാഗ്യവശാൽ അതിൽ പൈലറ്റ് ഷയാൽ എന്ന ഒരു പൈലറ്റും മരണമടയുന്നൊരു സാഹചര്യമുണ്ടായി. ഏതൊരവസരത്തിലും ശത്രുക്കൾ പോലും ഇങ്ങനെയുള്ളൊരു അപകടം സംഭവിക്കുമ്പോൾ അതിനോട് അങ്ങനെ ഒരു ഒട്ടും മനുഷ്യത്വമില്ലാത്ത രീതിയിൽ പെരുമാറുക, അങ്ങനെ ചെയ്യുക പതിവല്ല. കാരണം എത്ര ശത്രു രാജ്യമാണെന്ന് പറഞ്ഞാൽ പോലും അങ്ങനെയുള്ളൊരു അത് ഓരോരുത്തരുടെ ഒരു സംസ്കാരത്തിൻ്റെ ഭാഗമാണ്. ഇപ്പോൾ ശത്രു രാജ്യം, ഇപ്പോൾ ഒരു പട്ടാളക്കാരൻ ആണെങ്കിൽ ശത്രു രാജ്യത്തെ പട്ടാളക്കാരൻ ഇങ്ങോട്ട് തോക്ക് ചൂണ്ടിയാൽ മാത്രമേ അങ്ങോട്ട് വെടിവെച്ച് കൊല്ലാറുള്ളൂ. അതൊരു യുദ്ധത്തിൻ്റെ നിയമങ്ങളാണ്. ആയുധം ഇങ്ങോട്ട് ചൂണ്ടാതെ ഒരായുധം അങ്ങോട്ട് ചെയ്യാറില്ല. കാരണം അങ്ങനെ ചെയ്ത ആ പട്ടാളക്കാരൻ, അതായത് ഈ ജനീവ കൺവെൻഷൻ പ്രകാരമുള്ള മനുഷ്യാവകാശങ്ങളും ഒരു പ്രൊഫഷണൽ ഫോഴ്സ് അങ്ങനെ ചെയ്ത ആ ഒരു പട്ടാളക്കാരൻ്റെ വ്യക്തി വിരോധം കൊണ്ട് ചെയ്താൽ പോലും അതിനെതിരെ പ്രത്യാഘാതങ്ങളുണ്ടാവും. അദ്ദേഹം കോർട്ട് മാർഷ്യലായിട്ട് എല്ലാ രാജ്യത്തും അതിൻ്റെ നിയമങ്ങളുള്ളതാണ്. എന്നാൽ ഇത് ഇന്നലെ അവിചാരിതമായിട്ടൊരു അപകടമായിട്ടാണ് നടന്നത്. ദുബായ് അൽ മക്തൂം ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ നടന്ന റൺവേയിൽ നടന്ന ഒരു എയർ ഷോയുടെ ഭാഗമായിട്ട് അതിനിടയിൽ ഒരു പാകിസ്ഥാനി പത്രക്കാരൻ വളരെ വഷളായ രീതിയിൽ ചിരിക്കുന്നതാണ് ഇന്ന് പുറത്തു വരുന്ന വാർത്ത. അദ്ദേഹം ചിരിക്കുകയും കളിക്കുകയും, അതായത് ഒരു അപകടം അദ്ദേഹത്തിൻ്റെ മുമ്പിൽ ചുരുളഴുകയാണ്. ഒരു വിമാനം നിയന്ത്രണം വിട്ട് വീഴുകയാണ്. അദ്ദേഹത്തിന് ചിരിക്കാനാണ് തോന്നുന്നത്. എന്താണ് അദ്ദേഹത്തിൻ്റെ സംസ്കാരം എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. മോശമായിട്ടുള്ളൊരു കാര്യം, ഒരിക്കലും ഒരു മരണത്തിലോ അപകടത്തിലോ നമ്മൾ സന്തോഷിക്കാൻ പാടില്ല. നിങ്ങൾ ശത്രുവായാൽ പോലും നിങ്ങൾ തമ്മിൽ വാദപ്രതിവാദങ്ങളും കയ്യാങ്കളികളും ഉണ്ടാവും. അത് ആ സമയത്തേക്ക് വേണ്ടി മാത്രമുള്ളതാണ്. എന്നിരുന്നാൽ ആ ഒരു അവസരത്തിൽ ഒരിക്കലും ഈ നിൻ്റെ ശത്രുവിനൊരു അപകടം പറ്റിയാൽ അവനെ കൈപിടിച്ച് ഉയർത്തേണ്ട ഉത്തരവാദിത്വം നിനക്കാണ്. നിങ്ങൾ തമ്മിൽ വിരോധത്തിലിരിക്കുമ്പോൾ ഒരു വാക്ക് തർക്കത്തിൽ നിന്ന് ഉടലെടുക്കുന്ന അത് താൽക്കാലികമാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്നാൽ ഇന്നലെ ആ പത്രക്കാരൻ്റെ പേര് ഞാൻ മറന്നുപോയി. പാകിസ്ഥാനി പത്രക്കാരൻ ഇത് വീണ സമയത്ത് ചിരിക്കുക. അദ്ദേഹം എന്തോ ഒരു വലിയ കാര്യം സംഭവിച്ച പോലെ അത് കഴിഞ്ഞ് വാക്കുകളും അദ്ദേഹം ഉപയോഗിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഈ പത്രക്കാരൻ തന്നെയാണ് അതേ വിമാനമാണ് ഓയിൽ ലീക്ക് ഉണ്ടായെന്നും പറഞ്ഞ അവിടെ ഒരു വിവാദം ഉണ്ടായിരുന്നു. പക്ഷേ അത് ഇന്ത്യൻ മിലിറ്ററി പറഞ്ഞിരിക്കുന്നത് അത് ഓയിൽ ലീക്കല്ല, അത് ഈ നമ്മൾ AC ഓണാക്കുമ്പോൾ ഉണ്ടാകുന്ന ആ ഹ്യൂമിഡിറ്റി വെള്ളം ആണെന്നാണ് അവരുടെ അങ്ങനെയുള്ളൊരു വെള്ളമാണ്. അതിൽ ചിലപ്പോൾ ഒരു യുദ്ധവിമാനമാകുമ്പോൾ അതിൽ കുറേ പ്രഷറൈസ്ഡ് വാട്ടർ ഉണ്ടാവുമല്ലോ. അപ്പോൾ ACന്ന് വെള്ളം വീഴുന്ന പോലെയുള്ള ഒരു പ്രതിഭാസം മാത്രമാണെന്ന് ഇന്ത്യൻ മിലിറ്ററി അതിന് ഉത്തരം കൊടുത്തിരിക്കുന്നത്. പക്ഷേ ഈ പത്രക്കാരൻ പറഞ്ഞത് ആ വിമാനം തന്നെയാണ് വീണത് എന്ന് തെറ്റായ പ്രചരിപ്പിക്കുകയും ചെയ്യാണ്. അപ്പോൾ എത്തരത്തിലുള്ള മനസ്സുള്ള ആൾക്കാരാണ് നമ്മുടെ ഇടയിൽ നമ്മൾ പെരുമാറുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. എത്ര മോശമായിട്ടുള്ള ഒരു പ്രവണതയാണ് അത്തരത്തിലുള്ള അവഹേളനങ്ങൾ. ഒരു ദാരുണമായ സംഭവം അദ്ദേഹത്തിൻ്റെ മുമ്പിൽ സംഭവിക്കുമ്പോൾ ഇത്തരത്തിൽ പറയുക വളരെ മോശമായിട്ടുള്ളൊരു ഇതായിട്ടാണ് നമുക്ക് കണക്കാക്കാൻ സാധിക്കുക. അത് ഒരാളും നമ്മളുടെ ശത്രുവിനോട് പോലും ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ്.